മധ്യപ്രദേശിലെ ഇൻഡോർ റെയിൽവേ സ്റ്റേഷനിൽ മലയാളി കന്യാസ്ത്രീകളെയും സന്യാസ വിദ്യാർത്ഥികളെയും തടഞ്ഞുവച്ചു. മനുഷ്യക്കടത്ത് ആരോപിച്ചാണ് റെയിൽവേ പോലീസിന്റെ നടപടിയുണ്ടായത്. വിസിറ്റേഷൻ സന്യാസ സമൂഹത്തിലെ 2 മലയാളി കന്യാസ്ത്രീകളെയും 8 സന്യാസ വിദ്യാർത്ഥികളെയുമാണ് തടഞ്ഞുവെച്ചത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ ചെന്ന്. അർജുൻ, എന്താണ് സംഭവിച്ചത്? നേരത്തെ സമാനമായ ഛത്തീസ്ഗഡിലേക്ക് സമാനമായ ആരോപണങ്ങൾ, പിന്നീട് ജയിലിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ പ്രസ്തുത വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? എന്താണ് പ്രതികരണം? ഏതൊക്കെ വകുപ്പുകളനുസരിച്ചാണ് ഇപ്പോൾ നിലവിൽ കേസോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? സുഹേൽ, സ്മിത, ഇന്നലെ ഒറീസയിലേക്ക് പുറപ്പെടാനിരുന്ന 2 കന്യാസ്ത്രീമാരെയും അതുപോലെ തന്നെ 8 മതവിദ്യാർത്ഥികളെയുമാണ് ഇൻഡോർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസ് തടഞ്ഞു വെച്ചത്. അത് മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ടായിരുന്നു. മാത്രമല്ല, ഈ 8 പേരും വിസിറ്റേഷൻ സന്യാസ സമൂഹത്തിലെയാണ്. പക്ഷേ കൂടുതൽ പ്രശ്നങ്ങളിലേക്കോ കേസ് ചാർജ് ചെയ്യുന്ന തരത്തിലേക്കോ ഒന്നും തന്നെ പോയില്ല. പ്രത്യേകിച്ചും ഈ ബിഷപ്പ് ഇടപെട്ടുകൊണ്ട്, ഇൻഡോർ ബിഷപ്പ് ഇടപെട്ടുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ സത്യാവസ്ഥ, ഇതൊരു മനുഷ്യക്കടത്ത് ആയിരുന്നില്ല, മതപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളെ ഇൻഡോറിൽ നിന്ന് ഒറീസയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ആ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 കന്യാസ്ത്രീമാരും ഈ വിദ്യാർത്ഥികളുടെ ഒപ്പം പോകുന്നത് എന്നുള്ള സത്യാവസ്ഥ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. അങ്ങനെ ഇന്നലെ തന്നെ ഇവരെ റെയിൽവേ പോലീസ് വിട്ടയച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഇൻഡോർ ബിഷപ്പ് തന്നെയാണ് ഒരു വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് തോമസ് മാത്യു എന്നാണ്. ഈ വാർത്താക്കുറിപ്പിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി, അതായത് ഒരു തെറ്റും ചെയ്യാതെ മനുഷ്യക്കടത്തടക്കം ആരോപിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്, ആവർത്തിച്ചു വരികയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി സന്യാസ സമൂഹങ്ങൾ അല്ലെങ്കിൽ കന്യാസ്ത്രീമാർ കൈക്കൊള്ളേണ്ട നിർദ്ദേശങ്ങളൊക്കെയാണ് ഈ പറയുന്ന പ്രധാനമായിട്ടും ഈ പറയുന്ന മനുഷ്യക്കടത്ത് ആരോപിച്ച് ഈ പറയുന്ന കന്യാസ്ത്രീകളെയും വിദ്യാർത്ഥിനികളെയും തടയുന്നു. പിന്നീട് അത് അങ്ങനെയല്ലെന്ന് ബോധ്യപ്പെട്ടതോ വിട്ടയക്കുന്നു. ഈ തടഞ്ഞ, അതായത് ഒരു തെളിവുമില്ലാതെ ഒരു യുക്തിബോധവും ഇല്ലാതെ തടഞ്ഞവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടതാണ്. നേരത്തെ ഇതേപോലെ തടഞ്ഞ സംഭവത്തിൽ ഈ പറഞ്ഞ പ്രതികൾക്കെതിരെ അല്ലെങ്കിൽ തടഞ്ഞവർക്കെതിരെ കേസെടുക്കുകയോ നിയമപരമായ നടപടി ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഇവിടെയും സമാനം തന്നെയാണോ സ്ഥിതി? സുഹേൽ, റെയിൽവേ പോലീസാണ് ഇൻഡോർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ കന്യാസ്ത്രീമാരും അതുപോലെ തന്നെ മതവിദ്യാർത്ഥികളെയും തടഞ്ഞു വെച്ചത്. എന്തായാലും അവർക്കെതിരെ, റെയിൽവേ പോലീസിനെതിരെ ഇതുവരെയും പരാതി നൽകുകയോ അതല്ലെങ്കിൽ അധികൃതമായി തടഞ്ഞു വെച്ചതിൽ കേസെടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ഈ കന്യാസ്ത്രീമാരെയും മതവിദ്യാർത്ഥികളെയും വിട്ടയച്ചു എന്നുള്ളൊരു വിശദീകരണമാണ് ബിഷപ്പ് നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കൂട്ടത്തോടെ യാത്ര ചെയ്യാതിരിക്കുക, മാത്രമല്ല മതവസ്ത്രങ്ങൾ പരമാവധി ഒഴിവാക്കുക, അതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ള തരത്തിൽ കന്യാസ്ത്രീമാർക്കും ഈ പറയുന്ന വിസിറ്റേഷൻ കന്യാസ്ത്രീ സമൂഹത്തിലെ ആളുകളോടും ഒരു നിർദ്ദേശമെന്ന തരത്തിലാണ് ഇപ്പോൾ ബിഷപ്പ് ഈ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ദുർഗിലെ സംഭവങ്ങൾ മുൻനിർത്തി അത് ഒരു പാഠമായി ഉൾക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. ഒപ്പം തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സഹായിക്കാൻ കഴിയുമെന്നുള്ള ആളുകളെ വിളിച്ച് സംഭവം പറയുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇൻഡോർ ബിഷപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവർക്കെതിരെ കേസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചുമത്തിയിട്ടില്ല. സത്യാവസ്ഥ മനസ്സിലായി ഇൻഡോർ റെയിൽവേ പോലീസ് ഇന്നലെ തന്നെ വിട്ടയക്കുകയായിരുന്നു. സ്മിത, സുഹേൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.